ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും അതുപോലെ തന്നെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു ഇഫ്താർ സ്നാക്ക് റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ നമ്മുടെ ഈ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ കൂടി ഒന്ന് മറക്കാതെ പ്രസ് ചെയ്തേക്കണം. എന്നാൽ ശരി, നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഈ ഇഫ്താർ റെസിപ്പി തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ കുറച്ച് ചിക്കനാണ്. ഞാനിപ്പോൾ ഇതുപോലെ ഒരു 400 ഗ്രാം അളവിൽ ചിക്കൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലില്ലാത്ത ചിക്കൻ വേണം നമ്മളിതിന് വേണ്ടിയിട്ട് വേണ്ടത്. കാരണം ഇതൊരു സ്നാക്ക് ആയതിൻ്റെ പേരിൽ തന്നെ നമ്മളിങ്ങനെ കടിക്കുമ്പോഴത്തേക്ക് ആ എല്ലുണ്ടാവും. അപ്പോൾ അതിൻ്റെ പേരിൽ എല്ലൊന്നും ഇല്ലാത്ത ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ എടുക്കണം. ചിക്കന് പകരം നമുക്കിത് വേണമെന്നുണ്ടെങ്കിൽ ബീഫിലും തയ്യാറാക്കി എടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇനി വേണ്ടത് ഇതിലേക്ക് മസാലകളൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ ഒരു കടായി ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് ഒരല്പം എണ്ണ ചേർത്ത് കൊടുക്കാം. സാധാരണ സൺഫ്ലവർ ഓയിലോ അല്ലാന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ആയാലും കുഴപ്പമൊന്നുമില്ല, ഏതെണ്ണയാണെങ്കിലും പ്രശ്നമൊന്നുമില്ല. എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയം പിന്നെ നമുക്കിതിലേക്ക് ചേർക്കേണ്ടതാണ് ഇതുപോലെ 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. അതിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റ് മാറുന്നവരെ മാത്രം ചെറിയ രീതിയിൽ നമുക്കൊന്ന് വഴറ്റി കൊടുത്താൽ മതിയാവും. ഇതുപോലെ ചെറിയ രീതിയിൽ ഒന്ന് വഴറ്റി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ കൂടിയാണ്. ചിക്കൻ പീസും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഏകദേശം ഒരു 2-3 മിനിറ്റ് വരെ നമ്മൾ ഇതുപോലെ ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിന് ശേഷം മാത്രം നമുക്കിതിലേക്ക് മസാലകളും കൂടി ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 1-2 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് മസാലകളും കൂടി ചേർത്ത് കൊടുക്കാം. അധികം മസാലകളൊന്നും നമുക്കിതിലേക്ക് ഇപ്പോൾ ആവശ്യമില്ല. ഒരു ടീസ്പൂൺ നിറയെ നമുക്ക് ഫസ്റ്റ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു പിഞ്ചളവിൽ മഞ്ഞൾപ്പൊടിയും കൂടിയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ചിക്കൻ ഇത്രയും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കണം. നമ്മൾ ഒരുപാട് സമയം വഴറ്റേണ്ട ആവശ്യമില്ല. ചെറിയ രീതിയിലൊന്ന് എല്ലാം കൂടി നമ്മുടെ മസാലകളൊക്കെ എല്ലാ സ്ഥലത്തും വരുന്നത് പോലെ ഒന്ന് വഴറ്റി കൊടുത്താൽ മതിയാവും. നമ്മുടെ ഈ ചിക്കനിൽ തന്നെ ധാരാളം വെള്ളം ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ പേരിൽ വളരെ കുറച്ച് മാത്രം വെള്ളം ചേർത്ത് കൊടുത്തിട്ട് പിന്നീട് നമുക്കിത് വേവിച്ചെടുത്താൽ മതിയാവും. ഇതുപോലെ ഏകദേശം 1 മിനിറ്റോളം ഒന്ന് വഴറ്റി കൊടുത്തപ്പോഴത്തേക്കും നമ്മുടെ ചിക്കനിന് ഇതുപോലെ ഇത്രയ്ക്കും വെള്ളം വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ മാത്രം വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമുക്ക് നമ്മുടെ ഈ ചിക്കനെ വേവിച്ചെടുക്കാവുന്നേ ഉള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നല്ലതുപോലെ ചെറിയ ചെറിയ കുട്ടി പീസാക്കിയിട്ട് അരിഞ്ഞിടുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും. അത്രയും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിലെ കംപ്ലീറ്റ് വെള്ളവും വറ്റി വരുമ്പോഴത്തേക്കും നമ്മുടെ ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ഏകദേശം ഒരു 10-15 മിനിറ്റ് ഇതിങ്ങനെ ഇരിക്കട്ടെ. അത്രയും സമയം കൊണ്ട് നന്നായിട്ട് ഇത് വെന്ത് കിട്ടിക്കോളും. ഇതൊന്ന് അടച്ച് വെക്കാം നമുക്ക്. ഇതിപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇത് ഇത്രയും തന്നെ മതിയാവും. നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ചിക്കൻ വേകാനായിട്ട് ഒരുപാട് സമയത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. വളരെ കുറച്ച് സമയം മാത്രം മതിയാവും. നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ കംപ്ലീറ്റ് വെള്ളവും വറ്റിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം നമുക്കിത് കിട്ടാനായിട്ട്. ചിക്കൻ വെന്തോ നോക്കാനായിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നല്ല സോഫ്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടാവും. ഇനി നമുക്കിത് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതൊന്ന് ചെറിയ ചെറിയ പീസാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ഇത്രയും തന്നെ മതിയാവും. ഇനി നമുക്കിത് മാറ്റാം. ഞാനിപ്പോൾ ഇതുപോലെ ഒരു ബൗളിലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മളിതാ നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിരുന്ന നമ്മുടെ ചിക്കനും കൂടിയാണ്. അപ്പോൾ ചിക്കനെല്ലാം ഇതുപോലെ ചെറിയ ചെറിയ കുട്ടി പീസാക്കിയിട്ടാണ് ഞാനിപ്പോൾ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതുകൂടി നമുക്ക് ഈ ബൗളിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഉരുളക്കിഴങ്ങും കൂടിയാണ്. അപ്പോൾ നന്നായിട്ട് വേവിച്ചെടുത്ത 2 വലിയ ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങാണെന്നുണ്ടെങ്കിൽ ഒരു 3 എണ്ണം വരെ എടുക്കാം. അപ്പോൾ നല്ലതുപോലെ വേവിച്ചതിന് ശേഷം ഒരു ഗ്രേറ്ററിൽ വെച്ച് ഗ്രേറ്റ് ചെയ്ത് എടുത്തതാണ്. അപ്പോഴത്തേക്ക് ഇങ്ങനെ കട്ടയൊന്നുമില്ല നമുക്ക് കിട്ടും. അപ്പോൾ അതുകൂടി ഇതിലേക്ക് ചേർക്കുകയാണ്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് സവാളയും കൂടിയാണ്. അപ്പോൾ വലിയൊരു സവാളയിൽ ഒരു സവാള ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുകൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം.
കൂടെ തന്നെ ഒരു 1/2 കപ്പ് അളവിൽ ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട്. ഇത് വന്നിട്ട് ഫ്രോസൺ ഗ്രീൻ പീസാണ്. അതല്ല ഡ്രൈ ഗ്രീൻ പീസ് ആണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് വെള്ളത്തിലിട്ടൊന്ന് കുതിർത്തതിന് ശേഷം ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയാവും. ഈ ഗ്രീൻ പീസിന് പകരം നമുക്കിതിലേക്ക് വേറെ വെജിറ്റബിൾസ് ചേർക്കാവുന്നേ ഉള്ളൂ. ക്യാരറ്റ് ചേർക്കാം, അതുപോലെ തന്നെ ക്യാബേജ് ചേർക്കാം, സാധാരണ ബീൻസൊക്കെ നമുക്കിതിലേക്ക് ചേർക്കാവുന്നേ ഉള്ളൂ. ഞാനിപ്പോൾ ഇതിലേക്ക് ഗ്രീൻ പീസാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ പിന്നെ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടതാണ് ഒരു പച്ചമുളകും കൂടി. അതായത് അധികം എരിവ് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ പച്ചമുളക് ചേർക്കാം. ഒരു പച്ചമുളക് ഇതിന് കറക്റ്റായിട്ടുണ്ടാവും. അപ്പോൾ പച്ചമുളകും കൂടി ചേർക്കുകയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ അരിപ്പൊടിയും കൂടിയാണ്. കൂടെ തന്നെ ഒരു 2 സ്പൂൺ അളവിൽ കോൺഫ്ലോറും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ കോൺഫ്ലോർ ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് പകരം അരിപ്പൊടി തന്നെ ചേർത്ത് കൊടുക്കാവുന്നേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് കുറച്ച് മസാലകളും കൂടിയാണ്. ഒരേ ഒരു ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ നിറയെ മല്ലിപ്പൊടിയും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അതുകൂടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല പൊടിച്ചതും കൂടി. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു മുട്ടയും കൂടിയാണ്. അപ്പോൾ അതും ചേർക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു പകുതി നാരങ്ങയുടെ ജ്യൂസ് കൂടിയാണ്. അപ്പോൾ ഈ നാരങ്ങ നീര് ചേർക്കുമ്പോഴത്തേക്കും ചെറിയൊരു പുളിപ്പുണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നേരത്തെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ബാക്കി നമ്മുടെ ഉരുളക്കിഴങ്ങിനും അതുപോലെ തന്നെ മസാലകൾക്കും ആവശ്യമായിട്ടുള്ള ഒരല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇത്രയും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ടത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം. നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ ഉരുളക്കിഴങ്ങും അതുപോലെ തന്നെ ചിക്കനൊക്കെ മിക്സ് ആകുന്നത് പോലെ നല്ലതുപോലെ ഒന്ന് നമ്മുടെ ചപ്പാത്തിക്കൊക്കെ മാവ് ഒഴിക്കില്ല അതുപോലെ കുഴഞ്ഞ് കിട്ടിക്കോളും. ഞാനിപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല തിക്കായിട്ടാണ് നമുക്കിത് കുഴച്ചെടുക്കുമ്പോൾ കിട്ടുന്നത്. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതൊന്ന് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെയാണ് ഞാനിപ്പോൾ ഇത് റോൾ ചെയ്തെടുക്കുന്നത്. കുറച്ച് നീളത്തിന് റോൾ ചെയ്തെടുക്കാം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ബോളിൻ്റെ ഷേപ്പിലെടുക്കാം. എങ്ങനെയാണെന്നുണ്ടെങ്കിലും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് റോൾ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെയാണ് ഇതൊന്ന് റോൾ ചെയ്തെടുത്തിട്ടുള്ളത്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും പെട്ടെന്നൊന്ന് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ എല്ലാം ഒന്ന് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ എടുത്തിട്ടുള്ള ആ ഒരു മിക്സിൽ നിന്ന് നമുക്ക് ഇത്രയും എണ്ണമാണ് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാൻ വേണ്ടി കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് കുറച്ച് ബ്രെഡ് ക്രംസും കൂടിയാണ്. അപ്പോൾ കുറച്ച് ബ്രെഡ് എടുത്തതിന് ശേഷം മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മാത്രം മതിയാവും. അല്ലാന്നുണ്ടെങ്കിൽ ബ്രെഡ് ക്രംസ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് തന്നെ എടുക്കാവുന്നേ ഉള്ളൂ. അതുപോലെ തന്നെ ഒരു 2 മുട്ട ഞാനിപ്പോൾ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് രണ്ടുമാണ് ഇനി നമുക്ക് വേണ്ടത്. ഇതിൽ നിന്ന് ഓരോ റോളായിട്ട് എടുത്തതിന് ശേഷം നമ്മുടെ മുട്ടയുടെ മിക്സിലേക്ക് നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം നമ്മുടെ ബ്രെഡ് ക്രംസിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് റോൾ ചെയ്തിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോഴത്തേക്ക് നമുക്കിത് പൊടിഞ്ഞു പോകുന്നോ അല്ലാന്നുണ്ടെങ്കിൽ ഇളകി പോകുന്നോ അങ്ങനെയുള്ള ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഈ ഒരു രീതിയിൽ നമുക്കിത് കോട്ട് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. മുട്ടയിൽ തന്നെ ഇത് ഡിപ്പ് ചെയ്തെടുക്കണം എന്നുള്ള ആവശ്യമൊന്നുമില്ല. പകരം നമുക്ക് സാധാരണ മൈദാമാവിൻ്റെ കോട്ടിങ്ങിൽ വേണമെന്നുണ്ടെങ്കിലും ചെറുതായിട്ടൊന്ന് അതുപോലെ ഒന്ന് കോട്ട് ചെയ്തതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്ത് എടുത്തതിന് ശേഷം നമുക്ക് നേരെ ഒന്ന് എണ്ണയിലേക്കിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഓരോ റോളായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ പിന്നീട് നമ്മൾ ഇത് നല്ലതുപോലെ വേവിച്ചെടുക്കണം എന്നുള്ള ആവശ്യമൊന്നുമില്ല. കാരണം ഇതിലേക്ക് ചേർത്തിട്ടുള്ള എല്ലാം നന്നായിട്ട് വേവിച്ചിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ പുറം ഭാഗം മാത്രം നല്ലൊരു കളറായി കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് എടുക്കാവുന്നേ ഉള്ളൂ. ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് നന്നായിട്ട് എണ്ണ ഒന്ന് ചൂടായിരിക്കണം. അതിന് ശേഷം ഫ്ലെയിം ചെറുതായിട്ടൊന്ന് കുറച്ച് വെച്ച് കൊടുത്തിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. കാരണം ഇത് ബ്രെഡ് ക്രംസ് ആയതിൻ്റെ പേരിൽ തന്നെ പെട്ടെന്ന് പുറം ഭാഗം കരിഞ്ഞു പോകും. അതായത് കളർ മാറിപ്പോവും. അതിൻ്റെ പേരിലാണ്. അതിൻ്റെ പേരിൽ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ നമുക്ക് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഇതിൻ്റെ കളർ മാത്രം ചേഞ്ച് ആവുന്നത് നമ്മൾ നോക്കിയാൽ മതിയാവും. ഇതിനുള്ളിലെല്ലാം വേവിച്ചിട്ടുള്ളത് എൻ്റെ പേരിൽ അതിൻ്റെ കളർ ചേഞ്ച് ആവുന്ന സമയത്ത് നമുക്ക് നന്നായിട്ട് ഇത് എടുക്കാം. ഇതിപ്പോൾ ഇതുപോലെ ഇത്രയും ഗോൾഡൻ കളറിൽ വന്നിട്ടുണ്ട്. ഇത് ഇത്രയും തന്നെ മതിയാവും. ഒരുപാട് സമയം ഇട്ടിട്ട് നമ്മളിതുപോലെ കളറൊക്കെ നന്നായിട്ടൊന്ന് മാറ്റിയെടുക്കണം എന്നുള്ള ആവശ്യമൊന്നുമില്ല. ഈ സമയം പതുക്കെ നമുക്കിതൊന്ന് എടുക്കാം. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഇത് എന്ത് മാത്രം ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പി ആയിരിക്കും എന്ന്. പുറം ഭാഗം നല്ല ക്രിസ്പിയും അകം നല്ല ജ്യൂസിയും സോഫ്റ്റും ഒക്കെ ആയിട്ടുള്ള ഒന്നാണ്. ഉറപ്പായിട്ട് നിങ്ങളെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. നിങ്ങൾക്കിത് നന്നായിട്ട് ഇഷ്ടമാവും. നോമ്പ് തുറയ്ക്ക് നല്ല സ്പെഷ്യലായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ്. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും വിശേഷ ദിവസങ്ങളിലോ അല്ലാന്നുണ്ടെങ്കിൽ ഇത്തിരി സ്പെഷ്യലായിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കണം എന്ന് തോന്നുമ്പോഴത്തേക്കും മറക്കാതെ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് ഒന്ന് മറക്കാതെ
മറക്കാതെ അറിയിക്കുകയും വേണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.